ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളുടെ ആണ് കാണിക്കണത് കേട്ടോ. അതായത് ബിലോ 500 രൂപയ്ക്ക് താഴെ വരുന്ന കുറച്ച് ഡ്രസ്സുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. 6-7 ഡ്രസ്സ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കോഡും പ്രൈസും കാര്യങ്ങളും ഇവിടെ കൊടുക്കാം. അപ്പൊ ഞാൻ ഇത് മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു അൺബോക്സിംഗ് ഒന്നുമല്ല. അതായത് ചിലത് 1 വർഷം മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്, ചിലത് 2 വർഷം മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്, ചിലത് റീസെന്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. മോനൊക്കെ ആയതിനു ശേഷം ഫീഡിങ് ടൈപ്പ് ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ, അതായത് മീഷോ ഫൈൻഡിങ്സ് ആണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ഡെയിലി ഓഫീസിലോട്ടൊക്കെ പോകുന്നവരോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ നോക്കുന്നവരുണ്ടാവില്ല, കുറച്ചുകൂടെ പ്രൈസ് കുറവിലൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലും കൂടെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓരോ ഡ്രസ്സുകളായിട്ട് കാണിച്ചു തരാം. അതിന്റെ പ്രൈസും കോഡും മുകളിൽ കൊടുക്കാം. പിന്നെ അത് ഇട്ടിട്ടുള്ളതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ വന്നിട്ട് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഒരു ഷോർട്ട് ആയിട്ടുള്ള ജീൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. 198 ആണ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. 198 രൂപയാണ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇത് ജീൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ക്രേപ്പ് ആണ് മെറ്റീരിയൽ വന്നിട്ട് കേട്ടോ. പോളി ക്രേപ്പ് ആണ്. നല്ല നേർത്തൊരു തുണിയാണ്, പക്ഷെ നമുക്ക് നിഴലടിക്കൊന്നുമില്ല. പിന്നെ ഞാനിത് ഇവിടെ വന്നിട്ട് ഈ കഴുത്ത് എനിക്ക് കുറച്ച് വൈഡായിരുന്നു, കുറച്ച് ഇറങ്ങിയിട്ടായിരുന്നു. അപ്പൊ ഞാൻ കുഞ്ഞൊരു ക്ലോത്ത്, ബ്ലാക്ക് ക്ലോത്ത് കൊണ്ട് ഞാൻ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുത്ത് അങ്ങനെ നല്ല ഓവറാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കാന്ന് മാത്രം. അപ്പൊ ഇതിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റിന്റെ ഫോട്ടോയും പിന്നെ ഞാൻ ഇട്ടിട്ടുള്ളതും ഇവിടെ കാണിക്കാം കേട്ടോ. 198 രൂപയാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട്. നല്ല ക്ലോത്ത് ആണ്, നല്ല ടോപ്പാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ജീൻസിന്റെ ഒക്കെ കൂടെ നമുക്ക് പെയർ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു 198 ആയിരുന്നു ഞാൻ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നതെന്ന്. ഇപ്പം അതിൻ്റെ പ്രൈസ് 148 റുപ്പീസാണ് കേട്ടോ. 148 രൂപയാണ്. അപ്പോൾ 148 രൂപയ്ക്കൊക്കെ നല്ലോണം വേർത്താണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, ഡോട്ടുകളായിട്ട്. അപ്പം ഞാൻ പാവാടയ്ക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ടോപ്പ് പർച്ചേസ് ചെയ്തത്. പക്ഷെ പാവാടയ്ക്ക് അത് അത്ര സ്യൂട്ട് ആവണതായിട്ട് എനിക്ക് തോന്നിയില്ല. പാവാട അതുപോലെ തന്നെ പലാസോ ഇതിൻ്റെ കൂടെ ഒന്നും എനിക്ക് അത്ര മാച്ച് തോന്നിയില്ല. ഇങ്ങനെ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ജീൻസിൻ്റെ കൂടെയാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നത്. അപ്പം 148 രൂപയ്ക്ക് എന്തുകൊണ്ടും നല്ലൊരു ടോപ്പാണ് കേട്ടോ ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു 3 കുർത്തിയുടെ ഒരു കോംബോ ആണ് കേട്ടോ. 3 നോർമൽ ഒരു കുർത്തി, വേറെ ഒന്നുമില്ല, വർക്കൊന്നുമില്ല, സിമ്പിൾ പ്ലെയിൻ കളറ്. ഒരെണ്ണം ബ്ലൂ, നേവി ബ്ലൂ, ഒരെണ്ണം നല്ല എന്താ പറയാ ബ്രൗൺ കളർ, നല്ല ഭംഗിയുള്ള കളറാണ്. പിന്നെ ഒരെണ്ണം ഒരു എന്താ പറയാ അതിനെ പീകോക്ക് ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു 3 കുർത്തി. ഇത് ഞാൻ മെറ്റേണിറ്റി, അതായത് സിബ് ഉള്ളതാണ്, പാല് കൊടുക്കാൻ ഫീഡിങ് ടൈപ്പ് ആണ് കേട്ടോ. ഇത് സിബുള്ള തരത്തിലാണ്. പിന്നെ ഇത് നമുക്ക് സൈഡ് ഓപ്പൺ വരുന്നതാണ് കേട്ടോ. സൈഡ് ഓപ്പൺ ആണ്. ഇത് 3 കുർത്തിക്ക് ഓഫർ ആയിരുന്നു. ആ സമയത്ത് 776 രൂപയായിരുന്നു 3 കുർത്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരെണ്ണത്തിന് ഏകദേശം 258 രൂപയോളം വരുന്നുണ്ടാവും. പക്ഷെ എനിക്ക് നന്നായിട്ട് തോന്നി, അതായത് നല്ല വർക്ക് അങ്ങനെയൊന്നുമില്ല. 258 രൂപയ്ക്ക് നമുക്ക് സിബുള്ള ഒരു കുർത്തി, നമുക്ക് ആ സമയത്ത് പ്രസവിച്ച് കഴിഞ്ഞ സമയത്ത് പുറത്തേക്കൊക്കെ പോണ സമയത്ത് കുട്ടിക്കൊക്കെ പാല് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടേ നല്ലൊരു ടൈപ്പായിട്ട് തോന്നി കേട്ടോ. അപ്പൊ അങ്ങനെ ഒക്കെ താല്പര്യമുണ്ട്. ഇപ്പൊ നമുക്ക് മെറ്റേണിറ്റി വിയർ അല്ലെങ്കിൽ ഈ സിബുള്ള ടൈപ്പിനൊക്കെ നല്ല റേറ്റ് അല്ലേ വരുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് വീട്ടിലിടാനെങ്കിലും നല്ലതായിരിക്കും. അതായത് വേറെ ഡിസൈൻ ഒന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീട്ടിലിടാനൊക്കെ പറഞ്ഞത്. ഞാൻ പുറത്തേക്കൊക്കെ ഇടാറുണ്ട്. ഇതിന്റെ കൂടെ വൈറ്റ് ലെഗിൻസും ഷോളും ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്ലെയിൻ ആണെന്ന് മാത്രം. ഇങ്ങനെ ഒരു 3 ഡോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇട്ടിട്ടുള്ളതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഈ 3 എണ്ണം ഇട്ടിട്ടുള്ളതും കൂടെ കാണിച്ചു തരാം. അപ്പം ഞാൻ വാങ്ങുന്ന സമയത്ത് 776 രൂപയായിരുന്നു. ഇപ്പം 3 എണ്ണത്തിന് 681 രൂപയാണ്. അതായത് ഒരു പീസിന് ഏകദേശം ഒരു 220 സംതിങ്, 225 ആ റേഞ്ചിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പ്രൈസ് കുറയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൈസിന് ഇത് നല്ലോണം അഫോർഡബിൾ ആണ്. നമുക്ക് ഒന്നുമില്ലെങ്കിലും വീട്ടിലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഫീഡിങ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. സിബ് വിസിബിൾ അല്ല കേട്ടോ, പുറത്തേക്ക് കാണില്ല. നമുക്ക് പുറത്തോട്ട് വേണമെങ്കിലും ഇടാം. എനിക്ക് 3 നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ ഇത് 3 എനിക്കിപ്പോൾ കുറച്ച് ലൂസാണ്. ഞാനിത് പ്രസവിച്ച
സമയത്ത് വാങ്ങിയിട്ടുള്ള കാരണം കൊണ്ട് ആ ഒരു സൈസായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് നല്ലൊരു ലൂസാണിത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ സാധാരണ പെയർ ചെയ്യാറ് വൈറ്റ് ലെഗിൻസിൻ്റെയും അല്ലെങ്കിൽ വൈറ്റ് പാട്ടിയാല ഷോളൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഇടാറുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതും ഒരു ഫീഡിങ് ടൈപ്പ് കുർത്തിയാണ് കേട്ടോ. അതെങ്ങനെ ഒരു ഓറഞ്ച് കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ. കളർ എനിക്ക് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിന് 2 സൈഡ് സിബ് വരുന്നുണ്ട്. ഇത് ഒരു എന്താ പറയാ അംബർല കട്ട് ടോപ്പാണ് കേട്ടോ. സൈഡ് ഓപ്പൺ അല്ല, അംബർല കട്ട് ടോപ്പാണ്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഇതിന്റെ മെറ്റീരിയൽ അതിൽ അവർ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു കോട്ടൺ അല്ല എന്നാൽ ക്രേപ്പും അല്ലാത്ത ഒരു രീതിയിൽ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സുഖമാണ് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 348 ആയിരുന്നു ഞാൻ വാങ്ങണ സമയത്ത്. ഇപ്പൊ ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 5-8 മാസം മുന്നേ വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇതായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നു. കാരണം നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ടും, പിന്നെ അത് മാത്രമല്ല നല്ല രസമായിട്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് കൂടെ കാണിച്ചു തരാം. ഇത് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. ഒരു ഫീഡിങ് ടൈപ്പ് കുർത്തി, അതും അംബർല കട്ടൊക്കെ നമുക്ക് 348 രൂപയ്ക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഫോർഡബിൾ ആണ്. നിങ്ങൾ നോക്കിയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. നല്ല റേറ്റ് ആണ് നോക്കണ സമയത്ത്. ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഒരു കുർത്ത വാങ്ങുന്ന സമയത്ത് 348 ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം അതിൻ്റെ പ്രൈസ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 281 മീഷോയിൽ കാണുന്നത്. അപ്പോൾ ഈ കുർത്തി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള ഒരു കുർത്ത തന്നെയാണ് കേട്ടോ. തീരെ കളറ് പോവുക അല്ലെങ്കിൽ ഡിമ്മാവുക അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന 2 കുർത്തി വന്നിട്ട് നല്ലോണം പഴയത് പറഞ്ഞാൽ ഏകദേശം 2 വർഷം മുന്നേ എടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾ ഗുജറാത്തിലുള്ളപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ. അത് കാരണം കൊണ്ട് തന്നെ ഇതിന്റെ ഇവിടുത്തെ കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. അതായത് എടുത്ത സമയത്താണെങ്കിൽ ഇടുമ്പോഴും നല്ല ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ആ കുർത്തി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരുവിധം എല്ലാരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇത് ഇവിടുത്തെ ഒന്നും അതിന്റെ പ്രിന്റ് പോയിട്ടില്ല കേട്ടോ. അടിഭാഗത്തെ ഒന്നും പ്രിന്റ് വലിയ കാര്യമായിട്ട് പോയിട്ടില്ല. പക്ഷെ ഫ്രണ്ട് ഈ മോൾ ഭാഗത്തെയും ബാക്കിലത്തെ ഒക്കെ പ്രിന്റ് പോയിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് വീട്ടിലിടാനാണ് യൂസ് ചെയ്യാറ്. മുന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പുറത്തേക്ക് മുമ്പ് ഇടാറുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ കയ്യിലൊരു ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ഇതുണ്ടോ, അങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലും ഒരു കട്ടിങ് ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ തുണി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ചെയ്തത്. ഇതാണ് അടുത്ത കുർത്തി. ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങുമ്പോൾ 380 ആയിരുന്നു. ഇപ്പൊ അതിന് 362 രൂപയാണ്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയപ്പോ കണ്ടത്. അപ്പൊ അതും കുഴപ്പമില്ല, നല്ല അഫോർഡബിൾ ആണ് കേട്ടോ കമ്പാരിറ്റീവ്ലി. പിന്നെ കാണാനും നല്ല ലുക്കാണ്. മീൻസ് വാങ്ങിയ സമയത്ത്. ഇപ്പൊ കുറച്ച് നരച്ചുപോയി, എന്നാലും നല്ല ഭംഗിയുള്ള ടോപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കണേ കേട്ടോ. ഇത് ഇട്ടിട്ട് കാണിച്ചേ. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പല സൈസും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എടുക്കാറുള്ളത് XL ആണ്. പക്ഷെ XL എടുത്താലും എനിക്ക് ലൂസായിരിക്കും, പിന്നെ ഒന്ന് ആൾട്ടർ ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈ ഒരു ബ്ലാക്ക് കുർത്തിയാണ്. ഇത് നല്ല ലോങ് ആണ് കേട്ടോ. ഇത് നമുക്ക് കാല് വരെ നല്ല താഴെ വരെ ലെങ്ത് ഉണ്ട്. ഇതും ഞാനൊരു 2 വർഷം മുന്നേ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ബ്ലൂ കുർത്തിയുടെ ഒപ്പം തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി വലിയ കാര്യമായിട്ട് കളറ് പോയിട്ടില്ല. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 372 രൂപയായിരുന്നു കേട്ടോ. ഇതും നല്ല രസമുള്ള കുർത്തി തന്നെ. ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. വേണ്ടോ ഫുള്ള് ഇങ്ങനെ പ്രിന്റ് ആയിട്ട് അടിഭാഗത്ത് ഇത് എങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ ക്യാമറ എനിക്ക് ഇത്രത്തോളം ലെങ്ത്തിലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്ര വെക്കാൻ പറ്റുള്ളൂ. ബാക്കിൽ ഇങ്ങനെ ഒരു കെട്ടൊക്കെ വരുന്നുണ്ട്. ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കോഡും പ്രൈസും ഞാൻ കൊടുക്കാം അവിടെ. ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈസ് 372 രൂപയായിരുന്നു. ഇപ്പം ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇത് 239 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 100 രൂപേനേക്കാൾ കൂടുതൽ ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതും നല്ലൊരു വർത്തായിട്ടാണ്, നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ബ്ലാക്കിൽ ഫുള്ള് ഗോൾഡൻ ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരുപാട് വർഷം മുന്നേ വാങ്ങിയതാണ്. പക്ഷേ കളറൊന്നും തീരെ ഫെയ്ഡായി പോയിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ലെങ്ത്ത് ഒരു ഗൗൺ മാതിരത്തെ ഒരു കുർത്തയാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എനിക്ക് ക്യാമറ സെറ്റ് ചെയ്ത ഈ ഒരു തരത്തിലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്.
നെക്സ്റ്റ് വൺ വരുന്നത് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതാണ്. ഒരു മീൻസ് അമ്മാവന്റെ മോളുടെ കല്യാണത്തിന്റെ റിസപ്ഷന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കിത് ഇപ്പൊ കുറച്ച് ലൂസാണ്. എന്താ പറയുക, ശിവുന് ഒരു 6 മാസമൊക്കെ ഉള്ളപ്പോഴായിരുന്നു അത് ഉണ്ടായിരുന്നേ. നമുക്ക് ബിലോ 500 അല്ല വരുന്നത്. പക്ഷെ ഞാൻ അതിൽ കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാങ്ങുന്ന സമയത്ത് ഇതിന് ഏകദേശം ഒരു 845 രൂപ ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു. പക്ഷെ ഇതിന് ഇപ്പൊ 600 സംതിങ് 620 അങ്ങനെ എത്രയായിട്ട് കണ്ടത്. അപ്പോ ഇത് കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ആ വിലയേനൊക്കെ മീൻസ് വില അനുസരിച്ച് നല്ല ഒരു ഗൗണാണ് കേട്ടോ. ഇത് നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഗൗണാണ്. ഇതിന്റെ അടിയിൽ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഞൂറി ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നത്. ഇത് ലെങ്ത് നമ്മുടെ താഴെ വരെ കാലിന്റെ അവിടെ വരെ ഉള്ളതാണ്. ഫുൾ ഗൗൺ ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതില് വേറെ ഡിസൈൻ ഒന്നുമില്ല, മിറർ വർക്കാണ് ഫ്രണ്ടില്. കൈ വന്നിട്ട് ഞാൻ 3/4 കട്ട് ചെയ്യുക ചെയ്തത്. നമ്മുടെ ഫോട്ടോയിൽ ഇത് ഫുൾ കൈയാണ് കാണിക്കുന്നത്. ഇതുവരെ ഫുൾ ആയിട്ടുള്ള കൈയാ കാണിക്കണേ. പക്ഷെ നമുക്ക് ഫുൾ ആയിട്ടുള്ള അല്ല വന്നത് വരുമ്പോ ഏകദേശം ഈ ഒരു ലെവലുണ്ടായിരുന്നു. അതായത് 3/4 അല്ല ഫുള്ളും അല്ല എന്നുള്ള ലെവലായിരുന്നു. അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് ഇതുവരെ ആക്കുക ചെയ്തത്. 3/4 രീതിയിലാക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതിന് പാന്റ് ഇല്ല, നമുക്ക് ഷോള് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഗൗണും ഷോള് മാത്രമാണ് പെയറായിട്ട് മീൻസ് കമ്പൈൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് ഞാനിത് ഷോൾ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് മാതിരി ഇല്ലേ, അങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിന്ന് ഈ കയ്യ് വെട്ടിയന്റെ ആ ഒരു സംഭവം ബെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിത് വെറുതെ ചുരിദാർ പോലെ ഇടാം, അല്ലെങ്കിൽ അങ്ങനെ ഇടാം. ഒരു പാർട്ടി ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇടാം. സിമ്പിൾ ആണ്, നല്ല ഹെവി എന്നൊന്നും പറയില്ല. പക്ഷെ നല്ല രസമാണ് കാണാൻ. ഈ കളറും പല കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കോഡ് കൊടുക്കാം. അതിൽ ബ്ലാക്ക് കണ്ടു, പിന്നെ ഈ മെറൂൺ കണ്ടു, പിന്നെ ഒരു പീക്കോ ഗ്രീൻ കണ്ടു. അങ്ങനെ പല കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ വൈസ് അത് സൂപ്പറാണ്, നല്ല രസമാണ്, ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ ഇത് ഈ ഒരു ടോപ്പ് പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഷോളും ആ ഒരു ഗൗണും മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. അതിൽ പാൻറ് ഇല്ല. അപ്പം ഞാൻ അതിൻ്റെ കൂടെ അടിയിലിടാറ് അണ്ടർ സ്കേർട്ടാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്. പാൻറ് വേണമെങ്കിലും ഇടാം, എന്തിട്ടാലും കാണുമൊന്നുമില്ല, കാരണം നല്ല ഫുൾ ലെങ്ത്താണ് കേട്ടോ അത്. ഇപ്പം ഞാൻ ജസ്റ്റ് വീട്ടിലിടുന്ന പാവടയാണ് താഴ്ത്തിട്ടിരിക്കുന്നത്. പക്ഷെ ഫുൾ ലെങ്ത്താണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവുമായിരിക്കും, നേരിട്ട് കാണാൻ നല്ല രസമാണ്. പിന്നെ അന്നത് 800 ആയിരുന്നു, പക്ഷെ ഇപ്പം അത് 600 സംതിങ്. അപ്പോൾ ആ ഒരു പ്രൈസിന് നല്ല വേർത്താണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ണു അടച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ തന്നെ ബ്ലാക്കൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് ബ്ലാക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു ഫംഗ്ഷന് അന്നേരം ഞാനും കളർ കോഡ് അങ്ങനെ ഒരു രീതിയിലായിരുന്നു, ശിവും കൂടെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ കളർ എടുത്തതാണ്. അപ്പോൾ നല്ല വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ അന്ന് ഇങ്ങനെയാണ് ഇത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഷോള് അതിൻ്റെ ഇങ്ങനെ ബെൽറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഈ ഒരു മോഡലിലായിരുന്നു സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. പിന്നെ കുറച്ചൊക്കെ വയറുള്ളവർക്കാണെങ്കിലും അറിയില്ല കേട്ടോ, അങ്ങനെ കിടക്കും. അപ്പൊ ഇത്രയും എന്താ പറയാ കുർത്തകളാണ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനും കൂടുതൽ വേറെയും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മെറ്റേണിറ്റി വിയർ മാതിരത്തുള്ളതാണ്. അതൊക്കെ നാശമായി പോയിട്ടാ, സിബൊക്കെ നാശമായി അങ്ങനെ പോയി. അത് ഒരുപാട് യൂസ് ചെയ്തിട്ട്. അപ്പം ഇതാണ് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഞാൻ, കുറച്ച് ഡ്രസ് ഐറ്റംസ് ആണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്റെ കയ്യിൽ ഉള്ള പ്രൊഡക്റ്റുകൾ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.